الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഹാദി അൽ അർവാഹ് ഇലാ ബിലാദിൽ അഫ്രാഹ് എന്ന കിതാബ്, അതിൻ്റെ മുഖ്തസർ, അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള, അതിൻ്റെ പ്രധാനപ്പെട്ട, ആ കിതാബിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഈ കിതാബിന് പേര് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളടക്കം സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ പരിപൂർണമായിട്ടും സ്വർഗത്തിനെ ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളും അതുപോലെ സ്വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസായിലുകളെല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളും അതിലെ അനുഗ്രഹങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് നാം പരാമർശിക്കുന്നത്. അതിൽ ഓരോ ഫസ്ലുകളായി കൊടുത്തതിൽ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ രൂപം അതൊരു വട്ടത്തിലുള്ള രൂപത്തിലാണ് എന്ന നിലക്കാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്തത് ഫി മക്കാനിൽ ജന്നതി വ ഐന ഹിയ, സ്വർഗത്തിൻ്റെ സ്ഥാനം എവിടെയാണ്, എവിടെയാണ് സ്വർഗം ഉള്ളത് എന്നതാണ്. സ്വർഗം എവിടെയാണുള്ളത് എന്ന് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَلَقَدْ رَآهُ نَزْلَةً أُخْرَى عِنْدَ سِدْرَةِ الْمُنْتَهَى عِنْدَهَا جَنَّةُ الْمَأْوَى. സൂറത്ത് നജ്മിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയുണ്ടായി. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇൻദഹാ ജന്നത്തുൽ മഅ്വ, അതിനടുത്താണ് അഭയസ്ഥാനമായിട്ടുള്ള സ്വർഗമുള്ളത് എന്ന്. വഖദ് സബത അന്ന സിദ്റത്തുൽ മുൻതഹാ ഫൗഖ അസ്സമാ, ഇവിടെ സിദ്റത്തുൽ മുൻതഹ എന്നുള്ള വൃക്ഷം, സിദ്റത്തുൽ മുൻതഹ എന്നുള്ള പദത്തിന്റെ അർത്ഥം സിദ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലന്ത മരം എന്നുള്ള അർത്ഥത്തിൽ, അതുപോലെ തന്നെ മുൻതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അവസാനത്തേത് എന്നുള്ള അർത്ഥം. അതാണ് സിദ്റത്തുൽ മുൻതഹ എന്നതിന്റെ അർത്ഥം, അങ്ങേയറ്റത്തെ ഇലന്ത മരം. അത് 7 ആകാശത്തിന് മുകളിലാണ് എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ 7 ആകാശത്തിന്റെ മുകളിലാണ് സിദ്റത്തുൽ മുൻതഹയെ കണ്ടത് എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. വസുമ്മിയത് ബിദാലിക്, അതുകൊണ്ടാണ് ആ പേര് നൽകപ്പെട്ടത്, ഏറ്റവും അറ്റത്തുള്ളത്. അത് മാത്രമല്ല, ഈ സിദ്റത്തുൽ മുൻതഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഅന്നഹു യൻതഹി ഇലൈഹാ മാ യൻസിലു മിൻ ഇൻദില്ലാഹി ഫയുഖ്ബദു മിൻഹാ, അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാവട്ടെ, അധികാരങ്ങളാവട്ടെ, കൽപ്പനകളാവട്ടെ, ആ കാര്യങ്ങൾ, അതിന്റെ ഒരു ബോർഡറും, വമാ യസ്അലു ഇലൈഹി ഫയഖ്ബദു മിൻഹാ, ഇവിടുന്ന് അള്ളാഹിലേക്ക് ഉയരുന്ന കാര്യങ്ങളും അതിന്റെ ഒരു ബോർഡറാണ് ഈ സിദ്റത്തുൽ മുൻതഹ. ഇവിടുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ജിബ്രീൽ അലൈഹിസ്സലാമിന് ആ സിദ്റത്തുൽ മുൻതഹ വരെ എന്തുള്ളൂ, ചെല്ലാൻ അനുവാദമുള്ളൂ, അതിനപ്പുറത്തേക്ക് അനുവാദമല്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വരിക, കൽപ്പനകളും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് മേലോട്ട് പോകുന്നതും അതൊരു ബോർഡർ പോലെയാണ്, അവിടുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അതാണ് അതിന്റെ ആശയം. വഖദ് സബത ഫി സഹീഹൈൻ, അപ്പൊ അത് ഏറ്റവും മുകളിലുള്ളതാണ്, 7 ആകാശത്തിന് മുകളിലുള്ളതാണ്. അതിന് മേലെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ അധികാരമുള്ള പ്രദേശമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ സിദ്റത്തുൽ മുൻതഹ 7 ആകാശത്തിന് മുകളിലാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്തിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് സ്വർഗം എന്നും വന്നിട്ടുണ്ട്. അപ്പൊ സ്വർഗം എവിടെയാണ്, 7 ആകാശത്തിന് മുകളിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. വഖദ് സബത ഫി സഹീഹൈൻ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, സഹീഹ് ബുഖാരി മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ജന്നത മിഅതു ദറജത്തിൻ മാ ബൈന കുല്ലി ദറജതൈൻ കമാ ബൈന അസ്സമായി വൽ അർദ്, സ്വർഗത്തിൽ 100ഓളം ദറജകളുണ്ട്, ഓരോ ദറജകളും തമ്മിൽ ആകാശഭൂമികളുടെ വ്യത്യാസവുമുണ്ട്. വഹാദ യദുല്ലു അലാ അന്നഹാ ഫി ഗായത്തിൽ ഉലുവി വൽ ഇർതിഫാഅ് വല്ലാഹു അലം, ഇത് അറിയിക്കുന്നു എന്താണ്, സ്വർഗം ഏറ്റവും ഉന്നതിയിലാണ് എന്നുള്ളതിനെ അറിയിക്കുന്നതാണ്. കാരണം ദറജ എന്നുള്ള പദം പൊതുവെ ഉപയോഗിക്കുക എന്തിനാണ്, മേലോട്ടുള്ള കാര്യങ്ങൾക്കാണ് ദറജ എന്നുള്ള പദം ഉപയോഗിക്കുക. താഴോട്ടുള്ളതിന് ദർക്ക് എന്നാണ് ഉപയോഗിക്കുക. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, താഴോട്ട് എന്നുള്ളതിന് ദർക്ക് എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതെല്ലാം സ്വർഗം മുകളിലാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. ഇതിൽ വിശാലമായ ചർച്ചകൾ വേറെ ഉണ്ട്, നമ്മൾ ഇതിന്റെ റിസൾട്ട് മാത്രമാണ് വായിക്കുന്നത്. നരകം എവിടെയാണപ്പോൾ, നരകം എവിടെയാണ് എന്നുള്ളതിൽ ചില അസറുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ അധികവും പറഞ്ഞിട്ടുള്ളത് ഭൂമിയുടെ 7 ഭൂമിയുടെ അടിത്തട്ടിലാണ് എന്നുള്ളതാണ്. നാളെ അന്ത്യനാളിൽ അതിനെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ചില ഉലമാക്കൾ പിന്നെ
അത് ആകാശത്ത് തന്നെയാണ് എന്ന് ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചർച്ചയുണ്ട്. പക്ഷെ അധിക പണ്ഡിതന്മാരും സലഫുകളിൽ നിന്നുള്ള അസറുകളുടെ അടിസ്ഥാനത്തിൽ 7 ഭൂമിയുടെ താഴത്താണ് എന്ന് പരാമർശിച്ച് കാണാം. അല്ലാഹു അഅലം. ഫി മിഫ്താഹിൽ ജന്ന. ഇനി അടുത്തത് സ്വർഗത്തിന്റെ താക്കോലുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ താക്കോലുമായി ബന്ധപ്പെട്ട്. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല. ഇവിടെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു കാര്യത്തിന്റെയും താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക, നമുക്ക് തുറക്കാൻ പറ്റുക. അപ്പോൾ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട താക്കോൽ അതിനെ പറ്റിയാണ്. عن معاذ بن جبل رضي الله عنه قال. معاذ بن جبل رضي الله عنه ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുകയാണ്, قال لي رسول الله صلى الله عليه وسلم. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹുൽ ജന്നതി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. റവാഹു ഇമാം അഹ്മദ്. സ്വർഗത്തിന്റെ താക്കോൽ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്താണ്. മറ്റൊരു ലഫ്ദിൽ വന്നിട്ടുണ്ട്, മഫാത്തിഹുൽ ജന്ന ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ താക്കോലുകൾ ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ സ്വർഗം കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്ത് ഇല്ലാതെ സ്വർഗം എന്താവൂല, കിട്ടൂല. അഥവാ തൗഹീദ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനേ സാധിക്കില്ല. എന്തായാലും ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സ്വർഗത്തിന് താക്കോൽ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ദീനിൽ ഓരോ കാര്യങ്ങൾ ലഭിക്കാനും ഓരോ താക്കോലുകളുണ്ട്, ഓരോ തെറ്റുകൾക്ക് എത്തിപ്പെടാനും ഓരോ താക്കോലുകളുണ്ട്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്, അത് വായിക്കാം. വഖദ് ജഅലല്ലാഹു സുബ്ഹാനഹു ലികുല്ലി മത്ലൂബിൻ മിഫ്താഹൻ യുഫ്തഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യത്തിനും അത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു താക്കോൽ നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഹീദ് വേണമെന്ന പോലെ പല കാര്യങ്ങളും ലഭിക്കാൻ അതിന് താക്കോലായിക്കൊണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും താക്കോലായിട്ട് ചില കാര്യങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ്. فجعل مفتاح الصلاة الطهور كما قال صلى الله عليه وسلم مفتاح الصلاة الطهور. ഏതുപോലെ നിസ്കാരത്തിന്റെ താക്കോൽ എന്താണ്? വുദുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന പോലെ നിസ്കാരത്തിന്റെ ചാവി എന്നുള്ളത് എന്താണ്? വുദുവാണ്. അപ്പൊ നിസ്കാരിക്കണമെങ്കിൽ ഈ വുദു ഉണ്ടായിരിക്കണം. അതുപോലെ മിഫ്താഹുൽ ഹജ്ജ് അൽ ഇഹ്റാം. ഹജ്ജിന്റെ താക്കോൽ എന്നുള്ളത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്, ഇഹ്റാമിലായിരിക്കുക എന്നുള്ളതാണ്. വമിഫ്താഹുൽ ബിർരി അസ്ദിഖ്. ബിറിന്റെ സ്ഥാനത്ത്, അങ്ങേയറ്റം പുണ്യം ലഭിക്കുന്ന സ്ഥാനത്ത് എത്തണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? സത്യസന്ധത ഉണ്ടായിരിക്കണം. സിദ്ഖ് ഉണ്ടാവുമ്പോഴാണ് ബിർ ഉണ്ടാവുക. വമിഫ്താഹുൽ ജന്നതി അത്തൗഹീദ്. തൗഹീദിന്റെ താക്കോൽ, സ്വർഗത്തിന്റെ താക്കോൽ തൗഹീദാണ്. വമിഫ്താഹുൽ ഇൽമി. ഇൽമിന്റെ താക്കോൽ എന്താണ്? ഹുസ്നുസ് സുആലി വഹുസ്നുൽ ഇസ്ഗാ. നല്ല ചോദ്യവും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കലുമാണ്. നല്ല രീതിയിൽ ചോദിക്കലും നല്ല രീതിയിൽ കേൾക്കലുമാണ്, ശ്രദ്ധിച്ച് കേൾക്കലുമാണ്. വമിഫ്താഹുൻ നസ്ർ വദ്ദഫർ. വിജയം കിട്ടാൻ, അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടാൻ എന്താണ് വേണ്ടത്? സ്വബർ. അള്ളാഹുവിന്റെ നസ്ർ കിട്ടാനുള്ള ചാവി എന്താണ്? സ്വബറാണ്. വമിഫ്താഹുൽ മസീദ്. അധികരിച്ച് ലഭിക്കാൻ അതിന്റെ ചാവി എന്താണ്? ശുക്ർ, നന്ദി കാണിക്കലാണ്. വമിഫ്താഹുൽ വിലായത്തി വമിഫ്താഹുൽ വലായത്തി വമിഫ്താഹുൽ വലായ. അള്ളാഹുവിന്റെ വലിയാകാനുള്ള ചാവി എന്താണ്? അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കണമെങ്കിൽ എന്താണ്? അൽ മഹബ്ബത്തു വദ്ദിക്ർ. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള ദിക്റുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് വലായത്ത് ലഭിക്കുക. അതായത് ഒരാൾക്ക് അള്ളാഹുവിന്റെ വലിയ ലഭിക്കണമെങ്കിൽ അവനിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ 2 കാര്യങ്ങൾ, ഒന്ന് അവൻ എത്ര അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, മറ്റെന്തിനേക്കാളും അവൻ എത്ര അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, മറ്റെന്തിനേക്കാളും അവൻ എത്ര അള്ളാഹുവിനെ ഓർക്കുന്നു. ഈ 2 കാര്യങ്ങളുടെ അളവനുസരിച്ചിട്ടാണ് ഒരാൾ അള്ളാഹുവിന്റെ വലിയായി തീരുക. വമിഫ്താഹുൽ ഫലാഹി അത്തഖ്വ. വിജയത്തിന്റെ, ഒരാൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം, അതിന്റെ ചാവി തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. വമിഫ്താഹു തൗഫീഖ്. അള്ളാഹുവിനുള്ള തൗഫീഖ് ലഭിക്കാൻ അതിന്റെ ചാവി അർറഗ്ബതു വറഹ്ബ. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ഭയവും ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ഭയവും ഒരുപോലെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനുള്ള തൗഫീഖ് ലഭിക്കാനുള്ള ചാവിയാണത്. വമിഫ്താഹുൽ ഇജാബത്തി. അള്ളാഹു ഉത്തരം ചെയ്യാൻ, അല്ലെങ്കിൽ അള്ളാഹു ഒരു കാര്യം നൽകാൻ അതിന്റെ ചാവി എന്താണ്? അദ്ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. വമിഫ്താഹുർ റഗ്ബത്തി ഫിൽ ആഖിറ. പരലോകത്തിനോടുള്ള ആഗ്രഹം വർദ്ധിക്കാനുള്ള ചാവി എന്താണ്? നമുക്ക് പരലോകത്തിനോട് അങ്ങേയറ്റത്തെ ആഗ്രഹം വേണമെങ്കിൽ അതിനുള്ള ചാവി എന്താണ്?
അസ്സുഹുദു ഫിദ്ദുനിയ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവലാണ്. വമിഫ്താഹുൽ ഈമാൻ, ഈമാനിന്റെ ചാവി എന്താണ്? ഈമാൻ വർദ്ധിക്കണമെങ്കിൽ, ഈമാൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചാവി എന്താണ്? അത്തഫക്കുറു ഫീമാ ദഅ അല്ലാഹു ഇബാദഹു ഇല തഫക്കുരി ഫീഹി. അള്ളാഹു ഏത് കാര്യത്തിലാണോ ഉറ്റാലോചിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളിൽ ഉറ്റാലോചിക്കുക. അള്ളാഹു എന്തിലാണോ ഉറ്റാലോചിക്കാൻ പറഞ്ഞത് അതിലേക്ക് ഉറ്റാലോചിച്ചാൽ ഈമാൻ വർദ്ധിക്കാൻ കാരണമാവും. ഖുർആനിന്റെ ആയാത്തുകൾ, അഭൗതികമായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ, അങ്ങനെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ. വമിഫ്താഹു ദുഖൂലി അലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനം കിട്ടാൻ, ഇസ്ലാമുൽ ഖൽബി വസലാമതുഹു ലഹു, പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു ഖൽബ് ഉണ്ടാവുക, മറ്റുള്ള വക്രതകളിൽ നിന്നെല്ലാം ഒഴിവായിട്ട്. വൽ ഇഖ്ലാസു ലഹു ഫിൽ ഹുബ്ബി വൽ ബുഗ്ദി വൽ ഫിഅൽ വത്തർക്ക്, ഇഖ്ലാസ് ഉണ്ടാവുക അള്ളാഹുവിനോട്, ഇഷ്ടത്തിന്റെ വിഷയത്തിലാവട്ടെ വെറുപ്പിന്റെ വിഷയത്തിലാവട്ടെ. അഥവാ നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, വെറുക്കുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, നമ്മളൊരു പ്രവർത്തനം, ഒരു ഫിഅൽ, അത് അള്ളാഹുവിന് വേണ്ടി, വത്തർക്ക്, ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുന്നു, അത് അള്ളാഹുവിന് വേണ്ടി. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തൊരവസ്ഥ ലഭിക്കും. വമിഫ്താഹു ഹയാത്തിൽ ഖൽബ്, ഖൽബിന്റെ ജീവന്റെ ചാവി എന്താണ്? ഖൽബിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചാവി എന്താണ്? തദബ്ബുറുൽ ഖുർആൻ, ഖുർആൻ ഉറ്റാലോചിക്കലാണ്. വതളർറു ബിൽ അസ്ഹാർ, രാത്രിയുടെ അവസാനത്തിൽ അള്ളാഹുവിനോട് താഴ്മ കാണിക്കുന്ന ഇബാദത്തിലും ദിക്റിലുമായി മുഴുകലാണ്. വതർക്കു ദുനൂബ്, പാപങ്ങൾ ഒഴിവാക്കലാണ്. ഖൽബിന് ഹയാത്ത് ഉണ്ടാവണമെങ്കിൽ ഖുർആൻ ഉറ്റാലോചിക്കുക, രാത്രിയുടെ അവസാനത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, പാപങ്ങൾ ഒഴിവാക്കുക. വമിഫ്താഹു ഹുസൂലിർ റഹ്മ, കാരുണ്യം ലഭിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യം നേടാനുള്ള ചാവി എന്താണ്? അൽ ഇഹ്സാനു ഫി ഇബാദത്തിൽ ഖാലിഖ്, ഇഹ്സാനോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ കാണുന്നത് പോലെ. വസ്സഅയു ഫി നഫ്ഇ അബീദിഹി, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് പരിശ്രമിക്കുക, അഥവാ മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക. വമിഫ്താഹുർ റിസ്ഖ്, ഉപജീവനത്തിന്റെ ചാവി എന്താണ്? അസ്സഅയു മഅൽ ഇസ്തിഗ്ഫാരി വത്തഖ്വ, തഖ്വയോടുകൂടി ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ കൊണ്ടുനടക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇടക്ക് പാപങ്ങൾ സംഭവിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോവുകയാണ്, അതിനെന്ത് വേണം? ഇസ്തിഗ്ഫാർ ഒപ്പം വേണം, തഖ്വയും വേണം, അതോടൊപ്പം ഇസ്തിഗ്ഫാർ ഉണ്ടായിരിക്കണം. റിസ്ഖിന്റെ ചാവി. വമിഫ്താഹുൽ ഇസ്സി, പ്രതാപത്തിന്റെ ചാവി എന്താണ്? ഇസ്സത്ത് ലഭിക്കണമെങ്കിൽ അതിന്റെ ചാവി എന്താണ്? ത്വാഅത്തുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കലാണ്, അവർക്കാണ് ഇസ്സത്ത് ഉണ്ടാവുക. വമിഫ്താഹുൽ ഇസ്തിഅദാദി ലിൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങണം. പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ചാവി എന്താണ്? ഖിസറുൽ അമൽ, ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷ വെക്കുക എന്നുള്ളതാണ്. അഥവാ പരലോകത്തേക്ക് നമുക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഒന്നും ഒരുങ്ങിയിട്ടില്ല, പരലോകത്തേക്ക് ഒന്നും ഒരുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരുങ്ങാനുള്ള ചാവി എന്താണ്? ദുനിയാവിലുള്ള പ്രതീക്ഷ കുറയ്ക്കുക. ഞാൻ കുറച്ച് ഇനി ജീവിതം എനിക്ക് ഇല്ല, ഇന്നും അവസാനിക്കുന്നു അല്ലെങ്കിൽ നാളെ അവസാനിക്കുന്നു എന്ന നിലക്കുള്ള ഉണ്ടാവുക. വമിഫ്താഹു കുല്ലി ഖൈറിൻ, എല്ലാ നന്മയുടെയും ചാവി എന്താണ്? അർറഗ്ബത്തു ഫില്ലാഹി വദ്ദാരിൽ ആഖിറ, അള്ളാഹുവിനോടും പരലോകത്തിനോടുമുള്ള താല്പര്യം, അള്ളാഹുവിനോടും പരലോകത്തിനോടുള്ള താല്പര്യമാണ് എല്ലാ ഖൈറിന്റെയും ചാവി. വമിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ ഷർറിന്റെയും ചാവി എന്താണ്? ഹുബ്ബുദ് ദുനിയ വതൂലുൽ അമൽ, ദുനിയാവിനോടുള്ള ഇഷ്ടവും ദുനിയാവിൽ ഇനി ഒരുപാട് കാലമുണ്ട് എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വഹാദാ ബാബുൻ അദീമുൻ മിൻ അൻഫഇ അബ്വാബിൽ ഇൽം, ഇൽമിന്റെ ബാബുകളിൽ ഓരോന്നിന്റെയും മിഫ്താഹ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബാബാണ്. ഇത് ഇൽമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇൽമുള്ള ആളുകൾക്ക് മനസ്സിലാവും, ഇന്നത് നേടാൻ ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, അള്ളാഹുവിൽ നിന്ന് ഇന്നത് ലഭിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് ബാധിച്ചത് എൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത് ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ള ആ ബോധം ആർക്കുണ്ടാവും? ഇൽമുള്ളവർക്കുണ്ടാവും. ഇൽമില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെങ്ങനെ പരിഹരിക്കാമെന്നോ അതെങ്ങനെ നേടിയെടുക്കാമെന്നോ ഒന്നും അറിയുന്നുണ്ടാവില്ല, അവൻ അതിലാകെ പെട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇൽമിന്റെ ബാബുകളിൽ വളരെ ഉപകാരമുള്ള ഒരു ബാബാണത്. വഹുവ മഅരിഫത്തു മഫാതീഹിൽ ഖൈരി വശർ, എന്താണ്? ഖൈറിന്റെയും ഷർറിന്റെയും താക്കോലുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കലാണ്. എന്നിട്ട് പറയാണ്, ലാ യുവഫഖു ലിമഅരിഫതിഹി വമുറാഅതിഹി ഇല്ലാ മൻ അദുമ ഹദ്ദുഹു വതൗഫീഖുഹു, ഇത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് മഹത്തായ തൗഫീഖിൽ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ് സാധിക്കുക. فإن الله سبحانه وتعالى جعل لكل خير وشر مفتاحا وبابا يدخل منه إليه. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ
ഖൈറിനും എല്ലാ ഷെറിനും താക്കോലും കവാടവും വെച്ചിട്ടുണ്ട്. അത് തുറന്നാലല്ലാതെ അതിൽ ചെന്നിട്ടൂല. നമ്മൾ വിചാരിക്കും നമ്മൾ ചില പാപത്തിലോ അല്ലെങ്കിൽ ചില കാര്യത്തിലോ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ ഇതിലെത്തിയത്, അതിനൊരു കവാടം ഉണ്ടാവും, അതിനൊരു താക്കോലുണ്ടാവും. നമ്മൾ ആ താക്കോല് കൊണ്ട് ആ കവാടം തുറന്നുകൊണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടാവുക. അല്ലാഹു ഓരോന്നിനും നിശ്ചയിച്ചിട്ടുണ്ട്. കമാ ജഅല അശ്ശിർക വൽ കിബ്റ വൽ ഇഅറാദ് അമ്മാ ബഅസ അല്ലാഹു ബിഹി റസൂലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ അയച്ചൊരു കാര്യം അതിൽ നിന്ന് പിന്തിരിയുക, ശിർക്ക് ചെയ്യുക, അഹങ്കാരമുണ്ടാവുക, വൽ ഗഫ്ലത അൻ ദിക്രിഹി അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധമാവുക, വൽ ഖിയാമ ബിഹഖ്ഖിഹി അല്ലാഹുവിനോടുള്ള അവകാശങ്ങൾ വീട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിഫ്താഹൽ ലിന്നാർ എന്തിന്റെ ചാവിയാണ്? നരകത്തിന്റെ ചാവിയാണ്. അതായത് അഹങ്കരിക്കുക, ശിർക്ക് ചെയ്യുക, അള്ളാഹുവിന്റെ ദീനിൽ പിന്തിരിയുക, അള്ളാഹുവിനുള്ള അവകാശങ്ങൾ വീട്ടിൽ കൊടുക്കാതിരിക്കുക, അതൊക്കെ എന്തിന്റെ ചാവിയാണ്? നരകത്തിന്റെ ചാവി അള്ളാഹു ആക്കിയതുപോലെ ഓരോന്നിനും ചാവിയുണ്ട്. ഇനി കുറച്ച് തെറ്റുകളുടെ ചാവികളെ പറയുന്നത്. വകമാ ജഅലൽ ഖംറ മിഫ്താഹ കുല്ലി ഇസ്മിൻ, ലഹരിയെ, മദ്യമാവട്ടെ ലഹരിയാവട്ടെ എല്ലാ പാപത്തിന്റെയും ചാവിയാക്കി അള്ളാഹു ആക്കിയതുപോലെ. വജഅലൽ ഗിനാ മിഫ്താഹു സിന, സംഗീതത്തെ വ്യഭിചാരത്തിന്റെ ചാവിയാക്കിയതുപോലെ. സംഗീതത്തിന് മറ്റൊരു പേരുണ്ട്, റുഖിയത്തു സിന എന്ന്. ചില ഹദീസുകൾ അസ്റുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ എല്ലാ അസ്റുകൾ. റുഖിയത്തു സിന, ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന പേരുള്ള ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു കിതാബുണ്ട്. അതിൽ സംഗീതത്തിന്റെ വ്യത്യസ്ത പേരുകൾ ഓരോ ബാബുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അഥവാ ഹദീസുകളിലും അസ്റുകളിലുമെല്ലാം വന്നിട്ടുള്ള സംഗീതത്തിന്റെ വ്യത്യസ്ത പേരുകൾ ആദ്യം കൊടുത്തിട്ട് ഓരോ പേരും കൊടുത്ത് ആ പേര് എന്തുകൊണ്ടാണ് അതിന് വന്നത് എന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലൊരു പേരാണ് റുഖിയത്തു സിന, വ്യഭിചാരത്തിന്റെ മന്ത്രം എന്നുള്ളത്. സംഗീതത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സും ശരീരവും വ്യഭിചാരത്തിലേക്ക് ആകൃഷ്ടനായി പോകും. ഇപ്പൊ ചില ആളുകൾ പ്രണയം ബാധിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റുകളോട് താല്പര്യം തോന്നുന്നതിന് ഒരു കാരണം സംഗീതത്തിനോടുള്ള അതിയായ ഭ്രമം അല്ലെങ്കിൽ സംഗീതം കേൾക്കുക എന്നുള്ളത് ആ വ്യഭിചാരത്തിലേക്ക് നയിക്കും. അപ്പൊ വ്യഭിചാരത്തിന്റെ ചാവിയാണ് സംഗീതം എന്നുള്ളത്. وجعل إطلاق النظر في الصور مفتاح الطلب والعشق. ഒരു മറ്റൊരാളെ അയാളെ നോക്കുക അല്ലെങ്കിൽ അയാളുടെ ചിത്രങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് എന്ത് വർദ്ധിപ്പിക്കും? ആ കാര്യത്തിനും ആ വ്യക്തിയോടുള്ള തേട്ടവും അതിനോടുള്ള ഇഷ്ടത്തിന്റെയും ചാവയാണ്. ഇഷ്ക് ബാധിക്കാൻ, അഥവാ ഒരാൾ ആണിന് പെണ്ണിനോടാവട്ടെ, ഞാനിന് ആണിനോടോ പെണ്ണിന് പെണ്ണിനോടോ ആവട്ടെ, ഇഷ്ക് ഉണ്ടാവാൻ ഉള്ളൊരു പ്രധാന കാരണം ആരോടാണോ തോന്നുന്നത് അയാളെ നോക്കുക, അയാളെ കൂടുതൽ നോക്കുക എന്നുള്ളത് അയാളോടുള്ള ആകർഷണീയതയും അയാളോടുള്ള ഇഷ്കും പ്രണയവും ഉണ്ടാക്കും. അതിന്റെ ചാവിയാണത്. وجعل الكسل والراحة مفتاح الخيبة والحرمان. അലസത, സൗഖ്യം എന്നുള്ളത് എന്തിന്റെ ചാവിയാണ്? നഷ്ടത്തിന്റെയും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള ചാവിയാണ്. ഒരാൾ അലസനായി തീർന്നാൽ അവന് നഷ്ടങ്ങളുടെ ചാവിയാണ് അലസത എന്നുള്ളത്. وجعل المعاصي مفتاح الكفر. കുഫറിന്റെ ചാവിയാക്കി അള്ളാഹു ആക്കിയിട്ടുള്ളത് പാപങ്ങളെയാണ്. പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിന്റെ അവസാനം എന്താണ്? അതൊരു ഡോറ് മാത്രമേ ഉള്ളൂ. പാപം ചെയ്യുക എന്നുള്ളത് ഗായത്തൊന്നുമല്ല. പാപം ചെയ്യലൊരു ഡോറാണ്. പിശാച് നമ്മളെ കൊണ്ട് തള്ളി തുറപ്പിക്കുന്ന ഒരു ഡോറ്. അതെവിടെ എത്തിക്കുക? കുഫറിലാണ് എത്തിക്കുക. സലഫുകൾ ഭയപ്പെട്ടത് പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ടുണ്ടാകുന്ന കുഫറിനെയായിരുന്നു. വജഅല അൽ-കദിബ മിഫ്താഹ നിഫാഖ്. കളവിനെ നിഫാഖിന്റെ താക്കോലാക്കി. കപടതയുടെ കളവുണ്ടാവുക എന്നുള്ളത് മനസ്സിലാവട്ടെ, സംസാരത്തിലാവട്ടെ, പ്രവർത്തനത്തിലാവട്ടെ കളവുണ്ടാവുക എന്നുള്ളത് നിഫാഖിന്റെ താക്കോലാണ്. وجعل الشح والحرص مفتاح البخل وقطيعة الرحم وأخذ المال من غير حله. പിശുക്കുണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ ആർത്തി ഉണ്ടാവുക എന്നുള്ളത് ഈ പണം പിശുക്ക് പിടിക്കാനും കുടുംബബന്ധം മുറിക്കാനും മറ്റുള്ളവരുടെ സമ്പത്ത് അനുവദനീയമല്ലാതെ എടുക്കാനുള്ളതിന്റെ താക്കോലാണ്. പിശുക്കുണ്ടായാൽ, ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബബന്ധം മുറിക്കും, സമ്പത്ത് അനധികൃതമായിട്ട് എടുക്കും, ആ കാര്യങ്ങളൊക്കെ ചെയ്യും. وجعل الإعراض عما جاء به الرسول مفتاح كل بدعة وضلالة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് പിന്തിരിയുക എന്നുള്ളത് എല്ലാ വലാലത്തിന്റെയും വഴികേടിന്റെയും ബിദ്അത്തിന്റെയും എല്ലാം ചാവിയാക്കി. അപ്പൊ ഇങ്ങനെ ഖൈറുകൾക്ക് ചില ചാവികളുണ്ട്, ഷർറുകൾക്ക് ചാവികളുണ്ട്. ഇത് മനസ്സിലാവുക എന്നുള്ളത് ഇൽമിന്റെ മഹത്തായിട്ടുള്ള ബാബാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ വലിയ തൗഫീഖ് ലഭിച്ചവരാണ് എന്നാണ് ഇബ്നു ഖയ്യിം പറഞ്ഞത്. وهذه الأمور لا يصدق بها إلا كل من له بصيرة صحيحة لا يصدق بها إلا كل من له بصيرة صحيحة. ഈ പിന്നെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഓരോന്നിനും ഓരോ ചാവി ഉണ്ട് പറഞ്ഞല്ലോ. ഇത് ബോധ്യപ്പെടുക ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്കാണ്.
ശരിയായ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇന്നതിന്റെ ചാവിയാണ്, ഞാൻ ഇന്നത് ചെയ്താൽ നാളെ ഞാൻ അവിടെ എത്തും. അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അതിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ബുദ്ധിയുള്ള ഒരുവന്, ശരിയായ ഉൾക്കാഴ്ചയും ബുദ്ധിയുള്ള ഒരുവന് എങ്ങടാണ് എത്തിക്കുക എന്നുള്ള ബോധമുള്ളവൻ. അതുകൊണ്ട് തന്നെ ഒരു അടിമ ഈ ചാവികളെ കുറിച്ച്, ഓരോന്നിലേക്കും എത്തിക്കുന്ന ഈ ചാവികളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. വമാ ജഅലത്തിൽ മഫാത്തിഹു ലഹു, അങ്ങനെ അവനെന്ത് കിട്ടിയിട്ടുള്ളത്, അവനെന്തൊക്കെ ചാവികളാണ് അവന്റെ കയ്യിലുള്ളത് എന്നുള്ളത്. വല്ലാഹു മിൻ വറാഇ തൗഫീഖിഹി വഅദ്ലിഹി, അല്ലാഹുവാണ് തൗഫീഖ് നൽകുന്നവൻ. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വലഹുൻ നിഅമ വൽ ഫദ്ൽ ലാ യസ്അലു അമ്മാ യഫ്അൽ വഹും യസ്അലൂൻ. അല്ലാഹുവിനെ മദ്ഹിയാണ്. അപ്പോൾ ഈ ഒരു ഫസ്ൽ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് സ്വർഗത്തിന്റെ താക്കോലാണ് തൗഹീദ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഇബ്നുൽ ഖയ്യിമിന്റെ രീതിയാണ് ചില ഫായിദകൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് വിശദീകരിച്ച് പറയുക എന്നുള്ളത്. അപ്പൊ എല്ലാ ഖൈറുകൾക്കും ഒരു ചാവി ഇവിടെ ഉണ്ട്, എല്ലാ ഷെറുകൾക്കും ഒരു ചാവി ഇവിടെ ഉണ്ട്. ആ ചാവികളെ കുറിച്ച് അറിയുക, ആ മിഫ്താഹുകളെ കുറിച്ച് അറിയുക എന്നുള്ളത് നമുക്ക് ഖൈർ നേടാനും ഉപകരിക്കും, ഷെറിന്ന് രക്ഷപ്പെടാനും ഉപകരിക്കും. അടുത്ത മസ്അല, ഫി തൗഖീഇൽ ജന്ന വമൻശൂരിഹ അല്ലദീ യുഖഉ ബിഹി ലിഅസ്ഹാബിഹ ഇൻദൽ മൗതി വഇൻദ ദുഖൂലിഹ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് ആളുകളെ രേഖപ്പെടുത്തുന്ന, അഥവാ മരണപ്പെട്ടു പോയ ആളുകളെ രേഖപ്പെടുത്തുന്ന ആ പേരുകൾ, ആ കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഖാല തആല, സൂറത്തുൽ മുത്തഫിഫീനിലെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകൾ അല്ലാഹു പറഞ്ഞു, കല്ലാ ഇന്ന കിതാബൽ അബ്റാർ ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലീയൂൻ കിതാബുൻ മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. അല്ലാഹു പറയാണ്, പുണ്യം ചെയ്ത ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്നത് ഇല്ലീനിലാണ്. എന്താണ് ഇല്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെട്ട കിതാബുൻ മർഖൂം, എഴുതപ്പെട്ട ഒരു കിതാബാണ്. യശ്ഹദുൽ മുഖറബൂൻ, അള്ളാഹുവിനോട് സാമീപ്യം നേടിയ മലക്കുകൾ അവർ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർ അതിന് സാക്ഷ്യം വഹിക്കുന്ന രേഖകളാണ്. ഫഖ്ബറ തആല അന്ന കിതാബഹും കിതാബുൻ മർഖൂം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ അറിയിച്ചു ഈ കിതാബ് അഥവാ പിന്നെ ഇല്ലീൻ എന്നുള്ള കിതാബ് എഴുതപ്പെട്ടതാണ്. തഹ്ഖീഖൻ ലികൗനിഹി മക്തൂബൻ കിതാബത്തൻ ഹഖീഖത്തൻ. എന്തിനാണ് മർഖൂം എന്ന് പ്രത്യേകം പറഞ്ഞത്? അത് എഴുതപ്പെടുന്ന ഒരു കിതാബായതുകൊണ്ടാണ്. وخص تعالى كتاب الأبرار بأنه يكتب ويوقع لهم به بمشهد المقربين من الملائكة والنبيين وسادات المؤمنين. അള്ളാഹു തആല പ്രത്യേകം ഇതിലെടുത്ത് പറഞ്ഞു യശ്ഹദുൽ മുഖറബൂൻ എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ രേഖപ്പെടുത്തുന്നതിന് സാക്ഷികളായി അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ള മലക്കുകൾ, നബിമാർ, മുഅ്മിനീങ്ങളിൽ ഉന്നതമായ സ്ഥാനത്തുള്ളവരെല്ലാം ഉണ്ടാകുമെന്ന്. വലം യുദ്കർ ഷഹാദത ഹഉലായി ലികിതാബിൽ ഫുജ്ജാർ. പക്ഷേ ഈ സൂറത്തുൽ മുത്തഫിഫീനിൽ തന്നെ ഫുജ്ജാറുകളുടെ പേരുകൾ എഴുതപ്പെടുന്ന കാര്യം പറയുന്നിടത്ത് എന്ത് പറഞ്ഞിട്ടില്ല? ഇവർ സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് സിജ്ജീനിൽ തെമ്മാടികളുടെ പേരുകൾ അവിടെയാണ് രേഖപ്പെടുത്തുക. തൻവീഹൻ ബി കിതാബിൽ അബ്റാരി വമാ വുഖിഅ ലഹും ബിഹി. അപ്പൊ അതെന്തുകൊണ്ടാണ് പുണ്യം ചെയ്ത ആളുകളുടെ പേര് ഇല്ലീൻ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നാലിന മുഖറിബിയങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞത്? അത് അവർക്കുള്ള ഒരു മദ്ഹാണ്, അവർക്കുള്ള മദ്ഹാണ്. വൈശ്ഹാറൻ ലഹു വഇദ്ഹാറൻ ബൈന ഖവാസി ഖൽഖിഹി. അത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ അവരുടെ മുമ്പിൽ ഈ സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്ന ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ പേരുകൾ എന്താണോ ആ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് ഇല്ലീൻ എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന് പ്രിയപ്പെട്ട അടുത്ത ആളുകൾ അത് കാണുകയും ഇന്ന ആളുകളൊക്കെ ഈ സ്വർഗത്തിന്റെ ആളുകളായിട്ട് മാറിയിട്ടുണ്ടെന്ന രേഖ അവർ കാണും. കമാ യക്തുബുൽ മുലൂക് തവാഖിഅ മൻ തുഅദ്ദിമുഹു ബൈനൽ ഉമറാഇ വ ഖവാസി അഹ്ലിൽ മംലക. ഏതുപോലെ ചില രാജാക്കന്മാർ ചെയ്യാറുണ്ട്. ചില രാജാക്കന്മാർ അവരുടെ അടുക്കൽ പ്രത്യേക സ്ഥാനമുള്ള മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും പേരുകൾ പ്രത്യേകം രേഖപ്പെടുത്തി വെക്കും, കൊത്തിവെക്കുന്ന രീതിയുണ്ട്. അതുപോലെ തൻവീഹം ബിസ്മിൽ മക്തൂബി ലഹു വ ഇശാദത്തുൻ ബിദിക്രിഹി. എന്തിനായി ചെയ്യുന്നത്? ആ രേഖപ്പെടുത്തിയ ആളുകൾക്കൊരു മദ്ഹായിക്കൊണ്ട്. വഹാദാ നൗഉം മിൻ സലാത്തില്ലാഹി സുബ്ഹാനഹു വ മലായികതിഹി അലാ അബ്ദിഹി. ഇത് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അടിമകളുടെ മേലെയുള്ള സ്വലാത്തിൽപ്പെട്ടതാണ് എന്ന്. അതായത് അള്ളാഹു മലക്കുകളും മുഅ്മിനീങ്ങളായ അടിമകളുടെ മേലെ എന്ത് ചെയ്യും? സ്വലാത്ത് ചൊരിയും, അഥവാ അവരെ മദ്ഹ് ചെയ്യും, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. അതിൽപ്പെട്ട ഒന്നാണ് ഈ പേരുകൾ, സ്വർഗാവകാശികളായ ആളുകളുടെ പേരുകൾ എല്ലീനിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളത്. എന്നിട്ട് ഇതിന് താഴെ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ വിശാലമായ മുഅ്മിനായ വ്യക്തിയുടെയും കാഫിറായ വ്യക്തിയുടെയും
മരണസമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളുടെ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ പൊതുവെ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം മാത്രം വായിക്കാം. നരകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഫിറിന്റെ നമ്മൾ വായിക്കുന്നില്ല, കാരണം ഈ കിതാബിൽ സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട്. عن البراء بن عازب رضي الله عنه قال خرجنا مع رسول الله صلى الله عليه وسلم إلى جنازة. ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഒരു ജനാസയിൽ പങ്കെടുക്കാൻ പോയി. فجلس رسول الله صلى الله عليه وسلم على القبر وجلسنا حوله كأنه على رؤوسنا الطير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഒരു സൈഡിൽ ഇരുന്നു, ഞങ്ങളും അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാം നിശബ്ദരായി. ഞങ്ങളുടെ മേലൊരു പക്ഷി ഇരുന്നാൽ പോലും പക്ഷി പറന്നു പോകാത്ത രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഇരുന്നു. വഹുവ യുൽഹദു ലഹു ഫഖാല, അങ്ങനെ അവിടെ ഈ ഖബർ കുഴിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ 3 മററാത്ത്, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. 3 തവണ പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫീ ഇഖ്ബാലി മിനൽ ആഖിറ വൻഖിതാഇൻ മിനദ് ദുനിയ. ഈ ഒരു ഹദീസ് ശരിക്ക് ഒരുപാട് തവണ വായിക്കേണ്ട ഒരു ഹദീസാണിത്. നമ്മൾ ധാരാളം കേൾക്കേണ്ട ഹദീസാണ്. അതായത് ഒരാൾ ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ബർസഖിയായ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കറിയില്ലല്ലോ, നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചു പോയ ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് സ്വാദിഖും മസ്ദൂഖുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതിൽ മുഅ്മിന്റെയും പറയുന്നുണ്ട്, ഫാജിറിന്റെയും പറയുന്നുണ്ട്, മുഅ്മിന്റെയും കാഫിറിന്റെയും പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ രണ്ടും കേൾക്കേണ്ടതാണ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തത്തിൽ ഒരു തസവ്വുർ ചെയ്യേണ്ടതാണ്. എൻ്റെ മരണം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഇതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുഅ്മിൻ, യഥാർത്ഥ സത്യവിശ്വാസി, അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്ന, മരിച്ചു പോകുന്ന സമയത്ത് തനസ്സലത് ഇലൈഹിൽ മലായികതു കഅന്ന അലാ വുജൂഹിഹിം ശംസ്, അവ മരണപ്പെടുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് മലക്കുകൾ വരും. ആ മലക്കുകളുടെ മുഖത്ത് സൂര്യപ്രകാശം പോലെ പ്രകാശമുണ്ടാകും. മഅ കുല്ലി വാഹിദിൻ മിൻഹും കഫനുൻ വഹനൂതുൻ, ആ ആളുകളുടെ കയ്യിൽ എന്തുണ്ടാകും? ഒരു കഫൻ തുണി ഉണ്ടാകും, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടിട്ടുള്ള ഒരു പൊതി ഉണ്ടാകും, വലിയ നല്ല സുഗന്ധമുള്ള. ഫജലസ മിൻഹും മദ്ദ ബസ്രിഹി, മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്ത് അവരിയ്ക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, ഇതൊരു മറ്റേ മലക്കുകളോടെ വന്നിരിക്കും. പിന്നെ മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, പിന്നെ നമ്മുടെ തലഭാഗത്ത് ആ മലക്കുൽ മൗത്ത് വന്നിരിക്കും. നമ്മുടെ മരണസമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫയഖൂൽ, എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, മുഅ്മിനാണെങ്കിൽ പറയും, ത്വയ്യിബായിട്ടുള്ള നഫ്സേ, ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും നീ പുറത്തേക്ക് വാ. ഖാല ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്രതു മിൻ ഫീ ഇസ്ഖാ, ഒരു പാത്രത്തിന്റെ മൂടിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ ആ റൂഹ് പുറത്തേക്ക് വരും. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനോട് ജീവിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഇവിടെ കുറേ കാലം ഇങ്ങനെ ജീവിച്ചു പോകാം, കുറേ കാലം ഇവിടെ നിൽക്കണം എന്ന അർത്ഥത്തിലാണോ? ഇല്ല. അവനുണ്ടാവുക എന്താണ്? എനിക്കെൻ്റെ റബ്ബിലേക്ക് മടങ്ങണം, എൻ്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റില്ല, എനിക്കിവിടെ കുറേ കാലം ജീവിക്കണം, എനിക്ക് ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യമുണ്ട്. അയാളോട് പെട്ടെന്ന് പറയാണ്, നിങ്ങൾ തിരിച്ചു പോന്നോളി, നിങ്ങളെ പണി കഴിഞ്ഞു, നിങ്ങൾ പോന്നോളിയും പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സന്തോഷ വിഷമം ഉണ്ടാവുക, ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് അവൻ മാറി നിന്നിട്ട് ഒരാള് ഇവർ വിളിക്കുമ്പോൾ തിരിച്ചു പോരാന്ന് വെച്ചിട്ട് കാത്തിക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാള്. അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ വേഗം തിരിച്ചു വന്നോളിയും പറഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും? അവിടെ ആലോചിച്ച് നോക്കി. അതുപോലെ മുഅ്മിന് കാഫിറിന്റെ അവസ്ഥ. മുഅ്മിന്റെ റൂഹിനോട് പുറത്തു വരാൻ പറയുമ്പോൾ റൂഹ് എന്താ ആഗ്രഹിച്ചിരിക്കുന്നത്? എങ്ങനെയും അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വേഗം അല്ലെങ്കിൽ സുഖപ്രദമായിട്ട് പോരും. പിന്നെ റൂഹ് പുറത്തേക്ക് വരുന്നത് വരാൻ മടി ഉണ്ടാവില്ല, റൂഹിന് പുറത്തേക്ക് വരാണ്ടാവില്ല. മരണവേദനയോ മറ്റുള്ള കാര്യങ്ങളല്ല പറയുന്നത്. റൂഹിന് പുറത്തേക്ക് വരാൻ എന്തുണ്ടാവില്ല? മടി ഉണ്ടാവില്ല. ആ റൂഹ് വളരെ ഒരു പൂജയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെ പുറത്തേക്ക് വരും. ഫയഖുദുഹ, മലക്കുൽ മൗത്ത് ആ റൂഹിനെ പിടിക്കും. ഫഇദാ അഖദഹ ലം യദഉഹാ ഫി യദിഹി തർഫത ഐനിൻ ഹത്താ യഖുദുഹ. മലക്കുൽ മൗത്തിന്റെ പണി എന്താണ്? റൂഹിനെ പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണിമ വെട്ടുന്ന നേരം പോലും മലക്കുൽ മൗത്ത് കയ്യിൽ വെക്കൂല. റൂഹിനെ എടുക്കുക എന്നുള്ള പണി മാത്രമേ മലക്കുൽ മൗത്തിനുള്ളൂ, വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. മലക്കുൽ മൗത്ത് റൂഹിനെ എടുത്ത് കണ്ണിമ വെട്ടുന്ന നേരം പോലും കയ്യിൽ വെക്കാതെ നേരത്തെ വന്ന മലക്കുകളുണ്ടല്ലോ, ഒരു കൂട്ടം മലക്കുകൾ കഫൻ തുണിയായിട്ട് വന്നത്, അവരെ ഏൽപ്പിക്കും. ഫയജ്അലൂഹാ ഫീ ദാലിക്കൽ കഫൻ വദാലിക്കൽ ഹനൂത്ത്.
അങ്ങനെ ആ മലക്കുകൾ ഈ റൂഹിനെ അവർ കൊണ്ടുവന്ന കഫൻ തുണിയിലേക്ക് വെക്കും. അതുപോലെ തന്നെ ആ സുഗന്ധദ്രവ്യം ആ സുഗന്ധ പൊതിയിൽ നിന്ന് ഏറ്റവും ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള സുഗന്ധം അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യും. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فيسعدون بها فلا يمرون بها يعني على ملأ من الملائكة إلا قالوا ما هذا الروح الطيب. അവരങ്ങനെ ആകാശത്തിലേക്ക് പോകും. ആ റൂഹിനെ കൊണ്ട് ആ കഫൻ തുണിയിൽ പൊതിഞ്ഞ് ആകാശത്തേക്ക് ഉയരും. എന്നിട്ട് ആ പോകുന്ന വഴിക്കൊക്കെ മലക്കുകളുടെ കൂട്ടം ഉണ്ടാവും ആകാശ ലോകത്ത്. അവർക്ക് ചോദിക്കും, മാ ഹാദ റൂഹ് തയ്യിബ്, ഏതാണ് നല്ല പരിശുദ്ധമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള റൂഹ്, ഇത് എന്താണ്? ഫയഖൂലൂൻ, അപ്പൊ ഈ മലക്കുകൾ തിരിച്ചു പറഞ്ഞു കൊടുക്കും, നമ്മുടെ പേര് വെച്ചിട്ട്, നമ്മുടെ പേരെന്താണോ വെച്ച് പറഞ്ഞു കൊടുക്കും. ഫുലാൻ ഇബ്നു ഫുലാനിൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ് ദുനിയ, അവനെ ഭൂമിയിൽ വിളിച്ചിരുന്ന ഏറ്റവും നല്ല പേരെന്താണോ ആ പേര് വെച്ചിട്ട് ഇന്നാളുടെ മകനാണ്, ഇന്ന ആളാണെന്ന് പറയും. ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ, അങ്ങനെ ദുനിയാവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഒന്നാം ആകാശത്തിന്റെ അടുത്തെത്തും. ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹ ലഹും, അങ്ങനെ അവിടെ എത്തിയിട്ട് തുറക്കാൻ പറയുമ്പോൾ അത് തുറക്കപ്പെടും. വയുശീഉഹു മിൻ കുല്ലി സമാഇൻ മുഖറബൂഹാ ഇല സമാഇ അല്ലതി തലീഹാ, അവിടെ നിന്ന് അതിന്റെ തൊട്ടടുത്തുള്ള ആകാശത്തിലേക്ക് അവർ ഇങ്ങനെ തുടർന്നു പോകും. ഹത്താ യുൻതഹാ ബിഹാ ഇല സമാഇ അല്ലതി ഫീഹാ അല്ലാഹു അസ്സ വജൽ ഫയഖൂലു അല്ലാഹു അസ്സ വജൽ, അങ്ങനെ 7 ആകാശത്തിന്റെ മുകളിലെത്തി അവിടെ ഓരോ സമയത്തു തന്നെ ആവർത്തിക്കും, തുറക്കാൻ പറയും, അത് തുറക്കപ്പെടും, അങ്ങനെ പോകും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തുള്ള 7ാം ആകാശത്തിന്റെ അവിടെ എത്തും. എന്നിട്ട് അള്ളാഹു തആല പറയും, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, ഈ അടിമയുടെ പേര് ഇല്ലിയീനിൽ രേഖപ്പെടുത്താൻ പറയും. വഈദു ഇലൽ അർദ്, അങ്ങനെ പേര് രേഖപ്പെടുത്തും, തിരിച്ച് ആ റൂഹിനെ ഭൂമിയിലേക്ക് മടക്കും. ഫൈന്നി മിൻഹാ ഖലഖ്തു, മടക്കാൻ പറയും അല്ലാഹു തആല. എന്നിട്ട് പറയും, ഫൈന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖറ, ഞാൻ ആ ഭൂമിയിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അതിലേക്കാണ് മടക്കുന്നത്, അതിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും ചെയ്യുമെന്ന് പറയും. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അതിനെ വീണ്ടും ആ റൂഹിനെ ശരീരത്തിലേക്ക് വിടും. മരിശേഷം എന്താണതാ, റൂഹിനെ ആദ്യം എടുത്ത് പിടിച്ചിട്ട് റൂഹിനെ കൊണ്ടുപോകും. എന്നിട്ട് മുഅ്മിനീങ്ങളാണെങ്കിൽ അവിടെ അല്ലാഹു തആല അടുക്കൽ കൊണ്ടുപോയി 7ാം ആകാശത്തിന് മുകളിൽ കൊണ്ടുപോയി ഇല്ലീനിൽ പേര് രേഖപ്പെടുത്തി ആ റൂഹിനെ തിരിച്ച് ഇവിടെ ഭൂമിയിലേക്ക്, ഈ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഫയഅതീഹി മലക്കാനി, അപ്പോഴേക്കും ഇവിടെ ഖബറിലായിട്ടുണ്ടാവും, ഖബറിൽ ആളെ ഉണ്ടാവും. ഖബറിൽ വെച്ചിട്ട് ഈ റൂഹ് തിരിച്ചു നൽകപ്പെട്ടാൽ അവിടെ 2 മലക്കുകൾ വരും. ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു, അവനെ പിടിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്? ഫയഖൂൽ, മുഅ്മിനായ ആള് പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാൻ, വീണ്ടും 2 പേര് ചോദിക്കും, മാ ദീനുക്, നിന്റെ ദീൻ എന്താണ്? ഫയഖൂലു ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു, വീണ്ടും ചോദിക്കും, മാ ഹാദ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആളാരാണ്? ഫയഖൂൽ, അവർ പറയും, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലാണ്. ഫയഖൂലാൻ, വീണ്ടും ചോദിക്കും, വമാ ഇൽമുക്, എന്താണ് നിന്റെ അറിവ്? ഫയഖൂൽ, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു, അതിൽ വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി. ആ സമയത്ത് ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, എന്റെ അടിമ, അഥവാ അള്ളാഹു വിളിച്ചു പറയും, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിക്കും, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അവൻ അണിയിക്കും, അവന് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കാണിച്ചു കൊടുക്കും. ഫയഅതീഹി മിൻ റൗഹിഹി വതീബിഹി വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി, അവന്റെ ഖബറിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള കാറ്റും ഗന്ധവും ഒക്കെ അടിക്കാൻ തുടങ്ങും. അവന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം അത് വിശാലമായി കൊണ്ടിരിക്കും. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുൽ സിയാബി തയ്യിബുർ റീഹ്, അപ്പോൾ ആ അങ്ങനെ ഖബറിൽ, വിശാലമായ ഖബറിലേക്ക് ഒരു വ്യക്തി വരും, നല്ല രൂപവും നല്ല ഗന്ധമുള്ള. അപ്പോൾ ഈ വന്നപ്പോൾ വരുമ്പോൾ ചോദിക്കും, അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ് ഫയഖൂലു മൻ അൻത, അപ്പോൾ ഈ വന്ന ആൾ പറയും, ഖബർ കിടക്കുന്ന മുഅ്മിനോട് പറയും, നിനക്ക് സന്തോഷമുള്ള, നിനക്ക് വാഗ്ദാനം ചെയ്ത ദിവസമാണിത് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കും. അപ്പോൾ ഖബർ കിടക്കുന്ന മുഅ്മിൻ ചോദിക്കും, നീ ആരാണ്? ഫവജ്ഹുകൽ വജ്ഹുല്ലദീ യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം ഖൈർ കൊണ്ടുവരുന്നവരുടെ മുഖം പോലെ ഉണ്ടല്ലോ. ഫയഖൂൽ, അപ്പോൾ അയാൾ പറയും, അന അമലുക സ്വാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ. ഫയഖൂൽ റബ്ബി അഖിമിസ്സാഅ റബ്ബി അഖിമിസ്സാഅ, അപ്പോൾ മരണപ്പെട്ട മുഅ്മിൻ പറയും, റബ്ബേ അന്ത്യനാളൊന്ന് വേഗാക്കണേ, അന്ത്യനാളൊന്ന് വേഗാക്കണേ. ഹത്ത അർജിഅ ഇലാ അഹ്ലി വമാലി,
എനിക്ക് ദുനിയാവിലുണ്ടായിരുന്ന കുടുംബവും സൗകര്യങ്ങളൊക്കെ ഞാൻ സ്വർഗത്തിലേക്ക് മടങ്ങാൻ വേണ്ടി അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് എന്നെ നീ വേഗം ഉയർത്തെഴുന്നേൽപ്പിക്കണം, അന്ത്യനാളാക്കണേ എന്ന് മുഅ്മിൻ പറയുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിന്റെ രേഖകൾ ഇല്ലീനിൽ രേഖപ്പെടുത്തും. ഇതിന്റെ നേരെ എതിരായിക്കൊണ്ട് കാഫിറുടെ അവസ്ഥയും വിരൂപമായിട്ടുള്ള ഭയപ്പെടുന്ന രൂപത്തിലുള്ള മലക്കുകൾ വരും. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോൾ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ളുകൾ വലിച്ചെടുക്കുന്ന പോലെ വേദനയോടെ വലിച്ചെടുക്കും. എന്നിട്ട് ആ മലക്കുകൾ ഏൽപ്പിക്കും. ദുർഗന്ധം നിറഞ്ഞ അവസ്ഥയിൽ ഒരു വൃത്തിയായിട്ട കഫൻ തുണിയിൽ പൊതിയും. അതിനെ 7 ആകാശത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കവാടങ്ങൾ തുറക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടില്ല. അങ്ങനെ ആ റൂഹിനെ തിരിച്ച് ചെയ്യുക, ഭൂമിയിലേക്ക് തിരിച്ച് എത്തിച്ച് ശരീരത്തിലേക്ക് തിരിച്ചെറിയും. അതങ്ങനെ ഈ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉത്തരം പറയാൻ കിട്ടില്ല. ഈ ചോദിക്കുന്ന മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക ഒന്നിനും ഉത്തരം കിട്ടില്ല. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കും. അവനെ വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. നരകത്തിന്റെ വിരിപ്പ് അവനെ വിരിക്കും, നരകത്തിന്റെ വസ്ത്രങ്ങൾ അവനെ കാണിക്കും, അവന്റെ നരകത്തിന്റെ സ്ഥാനം കാണിക്കും. അവൻ അവിടെ കിടന്ന് നിലവിളിക്കും. വിരൂപമായിട്ടുള്ള മുഖമുള്ള ഒരാൾ അവന്റെ കൂട്ടാളിയായിട്ട് അവന്റെ പാപങ്ങൾ അവിടെ വരും. അവൻ പറയും, റബ്ബിലാ തഖ്ലുസ്സാ, റബ്ബേ അന്ത്യനാൾ നീ ആക്കരുതേ എന്ന് അവൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് മരണപ്പെടുന്ന ആളുകളുടെ ആ സംഭവങ്ങൾ പറയാണ്. അപ്പോൾ മുഅ്മിനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമുക്കിതാണ് സംഭവിക്കുന്നത്. ഉറപ്പായിട്ടും ഈ കേട്ട കാര്യങ്ങൾ, ഞാനിപ്പോൾ വായിച്ചതും നമ്മളിപ്പോൾ കേട്ടതുമായിട്ടുള്ള ഈ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ മരണം നന്നാക്കുക എന്നുള്ള നമ്മുടെ ജോലിയാണ്. ഇല്ലീനിൽ പേര് രേഖപ്പെടുത്തുന്ന ആളുകളായി തീരുക എന്നുള്ളത്. അല്ലെങ്കിൽ സിജ്ജീനിൽ പേര് രേഖപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ, നരകാവകാശികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ ഈ ഫസ്ലിൽ, ഈ കിതാബിലെ ഉദ്ദേശം സ്വർഗാവകാശികളുടെ പേരുകൾ, അവരുടെ ഏറ്റവും നല്ല പേരുകൾ ഇല്ലീനിൽ രേഖപ്പെടുത്തും. ഇങ്ങനെ ഒരു രേഖ സ്വർഗാവകാശികൾക്കുണ്ട് എന്ന് അറിയിക്കാനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത വർഷത്തിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.